കോഴിക്കോട് വട്ടോളിയിൽ മരണപ്പെട്ട ബാസ്കറ്റ്ബോൾ താരത്തിന്റെ കുടുംബം ജപ്തി ഭീഷണിയിൽ. ബീഹാറിൽ റെയിൽവേയിൽ ജോലി ചെയ്യുന്നതിനിടെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ലിത്താരയുടെ കുടുംബമാണ് ജപ്തി ഭീഷണി നേരിടുന്നത്. ഏത് നിമിഷവും വീട് വിട്ടിറങ്ങേണ്ട സാഹചര്യത്തിലാണ് കുടുംബം. ലിത്താര മരണപ്പെട്ടതോടെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതാണ് കുടുംബത്തെ പ്രതിസന്ധിയിലാക്കിയത്. 2022 ഏപ്രിൽ 26 ബീഹാറിലെ ദനാപൂർ റെയിൽവേയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ലിത്താര ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നത്. ചെറുപ്പം മുതൽ ബാസ്കറ്റ്ബോൾ താരമായിരുന്ന ലിത്താര 19-ാം വയസ്സിലാണ് റെയിൽവേയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. പിന്നീട് 2021 വട്ടോളിയിലെ കനറ ബാങ്കിൽ നിന്നും വീട് നിർമ്മാണത്തിനായി 16 ലക്ഷം രൂപ വായ്പയെടുത്തു. വസ്തുജാമ്യവും ലിത്താരയുടെ സാലറി സർട്ടിഫിക്കറ്റുമായിരുന്നു ബാങ്കിന് ഈടായി നൽകിയത്. പിന്നീട് ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ബാങ്ക് വായ്പാ ഇനത്തിൽ പിടിച്ചിരുന്നു. എന്നാൽ ലിത്താരയുടെ മരണശേഷം വായ്പ മുടങ്ങി. ക്യാൻസർ രോഗിയായ അമ്മ ലളിതയ്ക്കും കൂലിപ്പണിക്കാരനായ പിതാവിനും ഏക ആശ്രയമായിരുന്ന ലിത്താരയുടെ മരണത്തോടെ കുടുംബം സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായി. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ ജപ്തി നോട്ടീസും എത്തി. 23 ലക്ഷം രൂപ അടച്ചു തീർക്കാനും അല്ലെങ്കിൽ വീടൊഴിയാനുമാണ് നിർദ്ദേശം. ലിത്താരയുടെ മരണത്തിൽ കുടുംബം അന്നും ഇന്നും ദുരൂഹതയാണ് ആരോപിക്കുന്നത്. മരിച്ച് 3 ദിവസം കഴിഞ്ഞാണ് മരണവിവരം കുടുംബത്തെ അറിയിച്ചത്. മരണത്തിന്റെ ഉത്തരവാദി കോച്ചായ രവി സിംഗിനെതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം. ഹൗസിംഗ് ലോണിന് ഓല സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഞാൻ ആധാരം ഓള് കൊണ്ടുപോയിട്ടും വെച്ചതാണ്. ഓളെ സാലറിയിൽ നിന്നാണ് ഈ ലോണ് അടച്ചു കൊണ്ടുപോയത്. ഓള് നഷ്ടപ്പെട്ട ശേഷം ഞങ്ങൾക്ക് ഒരു ഉറുപ്പ്യ അടക്കുവാനായിട്ടില്ല. ഇനിയിട്ട് അടക്കുവാനും ഞങ്ങൾക്കാവില്ല. എന്തെന്നാ ഇനി ഞാൻ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞും കൊടുക്കും. ഇനി ഞങ്ങൾക്കൊരു ജീവിതമാണ്. മരണത്തിലേക്കല്ലാണ്ട് വേറെ ഒന്നിനും പോകാൻ ഇനി ആവില്ല. എന്താ കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്. എൻ്റെ രോഗം ചികിത്സിക്കാൻ വേണ്ടി ഒരു ലോണോ അടക്കേണ്ടത്. എന്താ ഇനി ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാ. റെയിൽവേയിൽ നിന്നും മരണശേഷം ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചയാൽ കുടുംബത്തിന് ലഭിച്ചില്ലെന്നും ഇവർ പരാതി പറയുന്നു. ജനം, കോഴിക്കോട്.